ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഉള്ളി മുളകൊക്കെ വഴറ്റി സമയം കളയാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതീവ രുചിയിൽ എങ്ങനെയാണ് നല്ലൊരു മീൻകറി റെഡിയാക്കി എടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു 4 മീഡിയം വലുപ്പത്തിലുള്ള അയല മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനത്ത് ഏത് മീനാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഞാൻ ദാ ഇട്ട് കൊടുക്കുവാണ്. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സാധാരണ മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് ഇതേപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന മൺചട്ടിയിലേക്ക് തന്നെ ഒരു 10-15 അല്ലി ചെറിയുള്ളി ഇതേപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അതീവ രുചിയിലുള്ള നമ്മളുടെ ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഉള്ളി ഇഞ്ചി ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. 2 പച്ചമുളകും കൂടി ഞാൻ ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി, ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള 2 കഷ്ണം പുളി എടുത്ത് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കരുത്. ഇതുപോലെ കംപ്ലീറ്റ് കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കൈ വെച്ചിട്ട് അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തേങ്ങയുടെ കൂട്ടും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് മീനിലേക്ക് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്യാതെ വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു മീനിൻ്റെ തനതായ രുചിയൊന്നും പോവാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറി വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് മതി. ഇനിയിപ്പോൾ നമ്മൾ മീൻകറി റെഡിയാക്കി എടുക്കുമ്പോൾ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ കൂടി ഇതുപോലെ തേങ്ങ അരപ്പില്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് പിന്നീട് അത് വെച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശരി, ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ മീൻ അതിൽ കിടന്ന് വെന്ത് പൊടിഞ്ഞ് കുറുകി ആ ഒരു ചാറും മീനും എല്ലാം കൂടി ഒരുപോലെ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് തന്നെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഒരു മീനിൻ്റെ തനതായ രുചി നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു മീൻ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു അരപ്പിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോകാൻ പാകത്തിന്. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം ഇനി നമുക്കിത് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക. ഒരു പകുതി ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ വറ്റിച്ചെടുക്കാൻ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇളക്കൊന്നും ചെയ്യരുത്, പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാനൊരല്പം ചേർത്ത് കൊടുത്തിരുന്നു. എന്നിട്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് വേവിച്ച് വറ്റിച്ച് കളയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കറി നന്നായിട്ടൊന്ന് ആറി തണുത്ത് വരുമ്പോൾ ഒന്ന് കൂടി കുറുകി വരും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു വെളിച്ചെണ്ണ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു അയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. ഇതിൻ്റെ ഉള്ളിയും മുളകും ഒക്കെ വഴറ്റി നമ്മളുടെ വിലപ്പെട്ട സമയം കളയാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും
മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ചാനലിന് കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.